In this video, I am going to discuss about the width of the central maximum in the case of Fraunhofer single slit diffraction. Okay, so let us take our diffraction experimental setup. So I have a single slit here. So സ്ലിറ്റിന് മുമ്പുള്ള കൺസ്ട്രക്ഷൻസ് ലെൻസ് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് സ്ക്രീൻ ഉണ്ട് എന്ന് വിചാരിക്കട്ടെ, എടുക്കുകയാണ്. നമ്മുടെ ലെൻസ് ആക്ച്വലി ഇവിടെ വരും. Now the screen is taken to be far away. ഇനി നമ്മുടെ സ്ലിറ്റിലുള്ള ഇനീഷ്യൽ ഡിറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സെൻട്രൽ മാക്സിമത്തിലേക്കുള്ള ഡിറക്ഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, നൗ ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണിക്കണം. അപ്പോൾ ഞാൻ കളറും ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ പാറ്റേൺ കാണിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് മാക്സിമം, സെക്കൻഡറി മാക്സിമം, ഇവിടേക്ക് രണ്ട് സെക്കൻഡറി മാക്സിമാസ് വന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദി മിനിമം. ഫസ്റ്റ് എൻ്റെ മിനിമം പോയിന്റ് ഇവിടെയാണ്. മിനിമത്തിലേക്ക് ഞാൻ ഡിഫ്രാക്റ്റിംഗ് ആംഗിൾ തീറ്റ ഇവിടുന്ന് ആംഗിൾ ഒരു ലൈൻ ഡ്രോ ചെയ്യാണ്. സോ ഇനീഷ്യൽ ഡിറക്ഷൻ മിനിമത്തിലേക്ക്. നൗ ദിസ് ആംഗിൾ ഈസ് ടേക്കൺ ടു ബി തീറ്റ. സോ ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിളാണ് ഞാൻ തീറ്റ ചൂസ് ചെയ്തത്. ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഓക്കെ, സോ ഇവിടുന്ന് ഇവിടേക്കുള്ള വിഡ്ത്ത് ഞാൻ y എന്നെടുത്തു. സോ ദാറ്റ് മീൻസ് ദി ടോട്ടൽ വിഡ്ത്ത്, സെൻട്രൽ മാക്സിമത്തിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു 2y. ടോട്ടൽ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഈസ് 2y. അപ്പോൾ ഇതിന് ഹാഫ് വിഡ്ത്ത് ആണ് y ചൂസ് ചെയ്തത്. ഓക്കെ, നൗ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ വി യൂഷ്വലി ടേക്ക് ആസ് ക്യാപിറ്റൽ D. ഓക്കെ, ദെൻ വി ഹാവ്, സോ അപ്പോൾ നമ്മൾ സെറ്റപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ലെൻസ് ഉപയോഗിക്കും. ആ ലെൻസ് ഞാൻ സ്ലിറ്റിനോട് അടുപ്പിച്ചെടുത്തു. വളരെ ദി ലെൻസ് ഈസ് വെരി നിയർ ടു ദി സ്ലിറ്റ് ആൻഡ് ദി സ്ക്രീൻ ഈസ് വെരി ഫാർ അവേ ഫ്രം ദി സ്ലിറ്റ്. ഓക്കെ, അങ്ങനത്തെ ഒരു അസംഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ആൾറെഡി ആൻ ഇക്വേഷൻ ആർക്ക് സീക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ്. നമ്മളെല്ലാവരും ഫെമിലിയർ ആയ ഇക്വേഷനാണ്. So in this case, suppose arc is equal to y. So the angle theta. So from here, angle theta is equal to arc by radius. What is the radius means? What a distance on d. Theta is equal to y by d. Now the condition for first minimum എന്ത് വരും? b sin theta. Slit width b ആണെങ്കിൽ b sin theta will be equal to n lambda. So n 1 ആണ് ഫസ്റ്റ് മിനിമം ആകുമ്പോൾ. സോ ലാംഡ വരും. b sin theta is equal to lambda. So from here we get sin theta is equal to lambda by b. Now when theta is very less, sin theta will be equal to theta. So sin theta is equal to theta ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? sin theta പകരം theta എന്ന് കൊടുക്കാം. So lambda by b is equal to theta. Also theta is equal to y by d. So I can equate this equation to lambda by b. Okay, so from here y is equal to, ഇവിടുന്ന് y എഴുതിയാൽ y is equal to lambda capital D by b. But the width of the central maximum is 2y. So the width of the central maximum 2y will be equal to 2 lambda capital D by small b. So equation നമുക്ക് കിട്ടിയത് width of the central maximum is proportional to wavelength. Width of central maxima is equal to 2 capital lambda 2 lambda capital D by small b. So this lambda is the wavelength of the monochromatic source that we use it. Capital D is the distance between the source, the slit and the screen, and b is the slit width. So as the slit width b increases, what will happen to the central maximum? The width of the central maximum decrease ചെയ്യും. And as the wavelength lambda increase ചെയ്യുമ്പോൾ central maximത്തിന്റെ width increase ചെയ്യും. അവിടെ ലീനിയർ ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ലാംഡക്ക്. ബട്ട് സ്ലിറ്റ് വിഡ്ത്ത് ബിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിസ്റ്റൻസ് ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നൗ അതിന് നമുക്കൊരു അനിമേഷൻ നമുക്ക് നോക്കാം. സോ വി ഹാവ് ആൻ അനിമേഷൻ. So this is the animation. So ഈ animation നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.
ഇവിടെ n is now 2 ആണ്. സ്ലിറ്റ് 1 നമുക്ക് സിംഗിൾ സ്ലിറ്റ് ആക്കണം. അപ്പോൾ n 1 ആക്കണം. So this is the single slit diffraction pattern. ഇപ്പം കുറച്ച് ഞാൻ അങ്ങോട്ട് എടുക്കാം. സോ നമുക്ക് ഇവിടെ ഒരു ഡിഫ്രാക്ഷൻ മാക്സിമം ഉണ്ട്. ഇവിടെ നമുക്കൊരു പ്രൈമറി മാക്സിമം ഉണ്ട്, സെൻട്രൽ മാക്സിമം. അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി എൻവലപ്പായിട്ട് കാണിച്ചതാണ് ഈ റെഡ് കളറിലുള്ളത്. ഓക്കെ, ഇനി സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യണം. സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് കുറയാണ്. സ്ലിറ്റ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ സെൻട്രൽ മാക്സിമം ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രിഞ്ച് പാറ്റേൺ ഇവിടെ വരുമ്പോൾ ഫ്രിഞ്ച് പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ താഴെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇനി ഞാൻ നെക്സ്റ്റ് വേറൊരു കാര്യം പറഞ്ഞത് നമ്മുടെ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നോക്കാം, വേവ് ലെങ്ത് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാണ്. സ്ലിറ്റ് വിഡ്ത്ത് അല്ല, സോറി, പിന്നെ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് ആ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേവ് ലെങ്ത് ഒരു 5-3 മൈക്രോമീറ്റർ ഒക്കെ ആയപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈറ്റ് ആയി. ആ എൻവലപ്പ് കാണിച്ച റെഡിലാണ്, ബട്ട് കളർ മാറുന്നുണ്ട്. ഇപ്പോൾ 700 600 അല്ലെങ്കിൽ നാനോമീറ്റർ ആയിപ്പോൾ അപ്പോൾ നമുക്ക് റെഡ് കളറായി. ബ്ലൂ കളർ ആകുമ്പോൾ കണ്ടോ നിങ്ങൾ, വേവ് ലെങ്ത് വളരെ കുറവാണ്. ആ സമയത്ത് നമ്മുടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്തും കുറവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു അനിമേഷനാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതൊരു ജാവ സിമുലേഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകാം. Now the next slide I am going to solve some numerical questions from this topic. So ഈ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന മെയിൻ ഫോർമുല എന്ന് പറയുന്നത് ന്യൂമറിക്കൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ഫോർമുല ഇതാണ്. വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമം ഈസ് ഈക്വൽ ടു 2 ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മാൾ ബി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി half angular width of the central bright maximum in the Fraunhofer diffraction pattern of a slit of width 12 into 10 raised to minus 5 centimeter when the slit is illuminated by a monochromatic wavelength 6000 angstrom. Okay, so നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഫൈൻഡ് ദി ഹാഫ് ആംഗുലാർ വിഡ്ത്ത് ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ബി ആണ്. നമ്മുടെ പിന്നെ ഈ സെൻട്രൽ മാക്സിമത്തിൻ്റെ കേസിലുള്ള മിനിമത്തിൻ്റെ കണ്ടീഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ബി. ഈ തീറ്റ ഇവിടെ ഈ ഇക്വേഷനിൽ തീറ്റയാണ് ഹാഫ് ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമം. ഇവിടെ നമുക്ക് ആക്ച്വലി നമ്മോട് കാണാൻ പറയുന്നത് തീറ്റയാണ്. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇതെടുത്തു, ഇങ്ങനെ നമ്മളെ പീക്കിലേക്ക് എടുത്തപ്പോൾ തീറ്റയാണ് അവിടുത്തെ ഹാഫ് ആംഗുലാർ വിഡ്ത്ത്. ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ പീക്കിനെ താഴേക്ക് എടുക്കണം. നമ്മൾ സെൻറ്റർ എന്നാണ് എടുത്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ അങ്ങനെ കാണാൻ പറ്റും. ലാംഡയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ലാംഡ നമുക്ക് ഗിവൺ ആണ് 6000 ആങ്സ്ട്രോം ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. 6000 ഇൻറ്റു 10 raised to minus 10 മീറ്റർ എന്ന് വരും. ദെൻ ബി നമുക്ക് ഗിവൺ ആണ് 12 ഇൻറ്റു 10 raised to minus 5 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10 raised to minus 2 കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ഇൻറ്റു 10 raised to minus 7 എന്ന് എഴുതാൻ പറ്റും. താഴെ നിങ്ങൾക്ക് 12 ഇൻറ്റു 10 raised to minus 7 വരും. രണ്ടും ക്യാൻസൽ ചെയ്താൽ 6/12 1/2 that is 0.5. Now if sin theta 0.5 ആണെങ്കിൽ theta will be equal to 30 degree. Sin 30 ആണ് 0.5. So half angular width is 30 degree. So that's all. അത്രയേ ഉള്ളൂ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനുള്ളത്. Now second question, a monochromatic light of wavelength 5000 angstrom. So wavelength of the light given ആണ് 5000 angstrom from a distant source falls on a slit 0.5 millimeter wide. What is the distance between two dark bands on each side of the central bright band of the diffraction pattern on a screen placed 2 meter from the slit?
അപ്പോൾ നമുക്ക് ഗിവൺ ആയത് ക്വാണ്ടിറ്റീസ് നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ it is given that lambda is equal to 5000 angstrom and the slit is 0.5 millimeter wide. What is the distance between two bright sunlight placed at 2 meters? So capital D given ആണ് 2 meter away ആണുള്ളത്. So നമുക്ക് കാണാനുള്ളത് what is the distance between two dark bands on each side of the central bright? That means width of the central maximum ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. And width of the central maximum 2y is equal to 2 lambda capital D by B. Okay. Substitute ചെയ്യുക 2 into what is lambda 5000 angstrom. So 5000 into 10 raised to minus 10 into D. D is 2 meter by നമുക്ക് താഴെയുള്ളത് ബി ആണ് സ്ലിറ്റ് വിടുത്ത് എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. ഓക്കെ, സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് 2 ഇൻറ്റു 2 4 വരും. 4 ഇൻറ്റു ഇവിടെ നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 0.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് ഇവിടെ മൈനസ് 10 ഉണ്ട് മൈനസ് 9 മൈനസ് 8 മൈനസ് 6 മൈനസ് 7 മൈനസ് 6 അല്ലേ റേസ് ടു മൈനസ് 6 വരും 4 പൊസിഷൻസ് വരണം ബൈ താഴെ അഗെയിൻ 0.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. ഓക്കെ, 10 റേസ് ടു മൈനസ് 3 ഇത് ക്യാൻസൽ ചെയ്യുക 0.5ഉം 0.5ഉം ക്യാൻസൽ ചെയ്യുക അപ്പോൾ മൈനസ് 3 ബാക്കി ഉണ്ടാവും. സോ 4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മീറ്റർ. സോ ദിസ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡാർക്ക് ബാൻഡ്സ്. സെൻട്രൽ മാക്സിമത്തിൻ്റെ വിടുത്താണിത്. ഓർ ഇത് നമുക്ക് എന്ത് ചെയ്യാം 4 millimeter എന്ന് പറയാം സിമ്പിളായിട്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ സെക്ഷൻ സോൾവ് ചെയ്യാം. ഈ ഒരൊറ്റ സിംഗിൾ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആൾസോ ലാസ്റ്റ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത പോലെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ദെൻ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത ദാറ്റ് ഇക്വേഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ബി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.